ഹലോ ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ റൊട്ടീനാണ് കേട്ടോ. ഞാൻ വീട്ടിൽ ഉണ്ടാകുന്ന ടൈമിൽ രാവിലെ തൊട്ട് ഉച്ച വരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അങ്ങനെ എന്തൊക്കെയാണ് ദിവസം നടക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ രാവിലെ തന്നെ എണീറ്റു. എൻ്റെ ബ്രഷിങ്ങും അതൊക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. എൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ വെള്ളം കുടിക്കുന്നത്. അതിനൊരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എണീറ്റ ഉടനെ വെള്ളം കുടിച്ചില്ലെങ്കിൽ എൻ്റെ ബോഡി അത്യാവശ്യം ആക്റ്റീവും ആവത്തില്ല, എന്നാൽ മൈൻഡ് ഫ്രഷ് ആവത്തുമില്ല. സോ ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് എന്നും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് ഇടയ്ക്കാണ് കേട്ടോ കുപ്പി ഒന്ന് താഴെ വീണു, വെള്ളം മൊത്തം അവിടെ ആയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ, തലേ ദിവസം രാത്രി കിടക്കുമ്പോഴേക്കും ഞാൻ ഒരു ആൽമണ്ട്, 3 ആൽമണ്ട്സും പിന്നെ 3 വാൾനട്ടും വെള്ളത്തിലിട്ടേക്കും കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് അത് ആണ് ഞാൻ വെറും വയറ്റിൽ കഴിക്കാറുള്ളത്. ഇപ്പോൾ ആൽമണ്ട്സിനെ പറ്റി അതുപോലെ വാൾനട്ട്സിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈ ഇടക്കാലത്തായിട്ട് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു കേട്ടോ. ഹെയർ ഫാള് നല്ല രീതിയിൽ ഈ ഇടക്കാലത്തെന്നല്ല, കുറച്ച് നാളായിട്ടോ ഉണ്ടായാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഇടക്കാലം തൊട്ടാണ് വാൾനട്ട്സ് എൻ്റെ റൊട്ടീനിൽ പെടുത്തിയത്. അപ്പോൾ നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ വാൾനട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ. നമ്മുടെ ഹെയർ ഫാളൊക്കെ റെഡ്യൂസ് ആവുകയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി നമുക്ക് തരുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഞാൻ വാൾനട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടികൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ പ്ലാന്റ്സ് ഒക്കെ കേട്ടോ. അമ്മയും ഞാനും കൂടെയാണ് നടാറുള്ളത്. പക്ഷേ ഇതിനെ കെയർ ചെയ്യണതും എല്ലാം സംഭവമൊക്കെ നോക്കുന്ന അമ്മേനെ കേട്ടോ. ഞാൻ നടുന്ന ടൈമിൽ ഭയങ്കര ഉത്സാഹമാണ്, പക്ഷേ അത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. വെള്ളം പോലും ഞാൻ ഒഴിക്കത്തില്ല, പിന്നെ എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതൊരു കാണുമ്പോൾ ഒരു സന്തോഷമാണ്. സോ ഞാൻ അകത്ത് വന്ന് ഗൈസ് പുറത്ത് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരാൾ വന്നിട്ടുണ്ട്. അയ്യോ വേണ്ടേ, അവൻ എന്താ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കുന്നതിന് അവനിപ്പോൾ ഒട്ടും ഇഷ്ടമുള്ളതെ എടുക്കാണ്. എണീറ്റ് വന്നതിൻ്റെ മുകളിലിരിക്കുകയാണ്, ഉറങ്ങാനാണ് വേണ്ട. സോ നമ്മുടെ സെയ്യ വന്നിട്ടുണ്ട്. സെയ്യ വാ വാ ചിയാ, ഹലോ. ഇനി അച്ഛൻ്റെ മോർണിംഗ് വർക്കൗട്ടാണ് കേട്ടോ. ഒരു വർക്കൗട്ട് ചെയ്യാണ് കേട്ടോ. എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് അച്ഛൻ കേട്ടോ. എന്നെ കണ്ടത് നിർത്തി വെച്ചിട്ടുണ്ട്. കാണിക്കൂ അച്ഛാ, കാണിക്കൂ, വർക്കൗട്ട് ചെയ്യൂ. ചെയ്യച്ചാ ഇതെന്തുവാ സ്റ്റേച്ചുവിനെ പോലെ ഇരിക്കണ? അയ്യോ അനക്കൊന്നുമില്ലേ അച്ഛാ? വർക്കൗട്ട് ചെയ്തച്ചാ ഇവരൊക്കെ കാണട്ടെ, ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്ക് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്. അച്ചാച്ചനോട് അനക്കമില്ല, എനിക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ആണെന്ന് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല. ഇത് വീഡിയോ ആണ്, ഫോട്ടോ അല്ല. സോ ദോശയുണ്ട്, പുട്ടുണ്ട്, ചമ്മന്തിക്കറി ഉണ്ട്. സോ നമുക്ക് ദോശ സെലക്ട് ചെയ്യാം, കാരണം ചമ്മന്തിക്കറിയല്ലേ എടുക്കുന്നത്. ഞാൻ ദോശ എടുക്കുന്ന പേരെടുക്കട്ടെ. ദോശയും ചമ്മന്തിക്കറിയും പപ്പടവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ അമ്മയുടെ ഓയിൽ മസാജിങ് ആണ്. ഈ അമ്മേനെ വൃത്തിയായിട്ട് സംസാരിക്കാം. അങ്ങനെ ഓയിൽ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിറങ്ങി. ഇനി നമ്മുടെ സ്കിൻ കെയർ ആണ്. കൂടിപ്പോയി.
കുറഞ്ഞോ ഇല്ലേ? ഒന്ന് കുറച്ചുകൂടി ഇടുണ്ട്. അങ്ങനെ അമ്മ താഴെ കിടന്ന് വിളിക്കാൻ കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് ഇറങ്ങി ഇനി താഴോട്ട് ചെല്ലണം. ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാനാണെന്ന്, പക്ഷെ എനിക്കൊരു മാങ്ങ തരാൻ കിടന്ന് വിളിച്ചതായിരുന്നു. ഹലോ, അപ്പോൾ ഇനി എൻ്റെ ഫോൺ കുറച്ച് നേരം ഞാൻ ചാർജിൽ വെച്ചിട്ട് വരാം, കാരണം ഫോണിലൊട്ടും ചാർജില്ല. സോ ചാർജ് വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അങ്ങനെ ഫുഡ് കഴിക്കുന്ന കാര്യം പറയുമ്പോൾ കേട്ടോ, എനിക്ക് അമ്മയാണ് കേട്ടോ എല്ലാ ദിവസവും വാരിത്തരാറുള്ളത്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അമ്മയാണ് കേട്ടോ വാരിത്തരുന്നത്. അപ്പോൾ എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റീൽസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞു. റീൽസുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ. എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ ഫുൾ ഡേ വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഹാഫ് ഡേ വ്ളോഗ് ഇന്നിവിടെ തീരാണ്. സോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതൊരിക്കലും മറന്നു പോകരുത് നിങ്ങളാരും. പിന്നെ ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ, സീ യു.